നമസ്കാരം കുട്ടികളെ, ഞാൻ ഭാനുമതി, തിരൂർ BRCയിൽ കായികാധ്യാപികയാണ്. 5ാം ക്ലാസ്സിലെ പൊതു വാമിംഗ് അപ്പും അതിനോടനുബന്ധിച്ച കുറേ എക്സസൈസുകളും പ്രകാശൻ മാസ് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇന്ന് നമുക്ക് നിർദ്ദിഷ്ട വാമിംഗ് അപ്പിനെ കുറിച്ച് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കളിയാണല്ലോ ഫുട്ബോൾ. ഫുട്ബോൾ കളിക്കുന്നത് പോലെയാണോ ക്രിക്കറ്റ് കളിക്കുന്നത്? ഒരിക്കലുമല്ല, അല്ലേ? വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ കളികളുടെയും നിർദ്ദിഷ്ട വാമിംഗ് അപ്പുകൾക്കും വ്യത്യാസമുണ്ടാകും. കായിക ഇനങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ശരീരപേശികൾക്കും സന്ധികൾക്കും നൽകുന്ന പ്രത്യേക വ്യായാമ മുറകളാണ് നിർദ്ദിഷ്ട വാമിംഗ് അപ്പ്. പൊതു വാമിംഗ് അപ്പിന് ശേഷമാണ് നിർദ്ദിഷ്ട വാമിംഗ് അപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അത്ലറ്റിക്സിലെ ചില കായിക ഇനങ്ങളും അവയുടെ എക്സസൈസുകളുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അത്ലറ്റിക്സ് എന്താണെന്നറിയാമോ? ട്രാക്കിലെയും ഫീൽഡിലെയും ഇനങ്ങളാണ് അത്ലറ്റിക്സ്. അത്ലറ്റിക്സിനെ ട്രാക്ക് ഇനമായും ഫീൽഡ് ഇനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ട്രാക്ക് ഇവന്റ്സിനെ തന്നെ 3ആയി തരംതിരിച്ചു: ഷോർട്ട് ഡിസ്റ്റൻസ്, മിഡിൽ ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസ്. ഷോർട്ട് ഡിസ്റ്റൻസിൽ 100 മീറ്ററും 200 മീറ്ററും 400 മീറ്ററും ഉൾപ്പെടുന്നു. മിഡിൽ ഡിസ്റ്റൻസിൽ 800 മീറ്ററും 1500 മീറ്ററും ഉൾപ്പെടുന്നു. ലോങ് ഡിസ്റ്റൻസിൽ 3000 മീറ്ററും 5000 മീറ്ററും ഉൾപ്പെടുന്നു. കൂടാതെ ട്രാക്ക് ഇവന്റ്സിൽ റിലേ റേസ്, ഹഡിൽ സ്ട്രൈക്ക്, സ്റ്റീപ്പിൾ റേസ്, മാരത്തോൺ ആൻഡ് വാക്കിംഗ് എന്നിവയും ഉൾപ്പെടുന്നു. ഫീൽഡ് ഈവൻസിനെ രണ്ടായി തരംതിരിക്കുന്നു: റോയിങ് ഈവൻസ്, ജമ്പിംഗ്. റോയിങ് ഇവന്റ്സിൽ ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ഹാമർ ത്രോ, ജാവലിൻ ത്രോ എന്നിവയും ഉൾപ്പെടുന്നു. ജമ്പിംഗ് ഈവൻസുകൾ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, പോൾ വാക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് അത്ലറ്റിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. അത്ലറ്റിക്സിലെ റണ്ണിങ്, ജമ്പിംഗ്, ത്രോയിങ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇന്ന് നിർദ്ദിഷ്ട വാമിംഗ് അപ്പ് ചെയ്യുന്നത്. അത്ലറ്റിക്സിലെ റണ്ണിംഗ് ഇവന്റ്സിനെ അടിസ്ഥാനമാക്കി ചെയ്യുന്ന നിർദ്ദിഷ്ട വാമിംഗ് അപ്പായ റണ്ണിംഗ് ഏരിയസിലാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് നോക്കൂ. ടോ വാക്കിംഗ്, കാലിന്റെ മുൻഭാഗം ഉപയോഗിച്ച് നടക്കുന്നു. അടുത്തതായി ഹീൽ വാക്ക്, കാലിന്റെ ഉപ്പൂറ്റി ഉപയോഗിച്ച് നടക്കുക.
കുട്ടികളെ ഇനി എല്ലാവരും ത്രോ ഇവന്റായ ഷോർട്ട് പുട്ടിലെ ചില നിർദ്ദിഷ്ട വാമിപ്പുകൾ കണ്ടു നോക്കൂ. കുട്ടികളെ എല്ലാവരും വീഡിയോയിലേക്ക് നോക്കൂ. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. ഷോട്ട് എടുത്തതിന് ശേഷം റിസ്റ്റ് ഉപയോഗിച്ച് ഇരു കൈകളിലേക്കും മാറി മാറി പാസ് ചെയ്യൂ. രണ്ടാമത്തെ എക്സസൈസ് നോക്കൂ. ഷോട്ട് ഷോൾഡർ ലെവലിൽ പിടിക്കൂ. അല്പസമയം ഹോൾഡ് ചെയ്ത് നിർത്തൂ. ഇരുവശത്തേക്കും ചെയ്യുന്നതോടൊപ്പം മുൻപോട്ടും ചെയ്യാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ എക്സസൈസ് ശ്രദ്ധിക്കൂ. ഷോട്ട് ഹിപ്പ് ലെവലിൽ ഇരു കൈകളിലേക്കും മാറി മാറി പാസ് ചെയ്യൂ. നാലാമത്തെ എക്സസൈസ് ശ്രദ്ധിക്കൂ. നീ ബെൻഡ് ചെയ്ത ശേഷം കാലിനിടയിലൂടെ ഷോട്ട് ഒരു കൈയിൽ നിന്നും മറ്റേ കൈയിലേക്ക് പാസ് ചെയ്യൂ. ഷോട്ട് ഇരു കൈകളും ഉപയോഗിച്ച് തലയ്ക്ക് മുകളിൽ പൊക്കി സാവധാനം മുതുകിൽ തൊടുന്ന രീതിയിൽ താഴ്ത്തുന്നു. ഇത് ആവർത്തിച്ച് ചെയ്യും. നീ ബെൻഡ് ചെയ്ത് ഷോട്ട് രണ്ട് കൈ കൊണ്ട് പിടിച്ച് ഫോർവേഡ് ത്രോ ചെയ്യൂ. നോക്കൂ കുട്ടികളെ, ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നീ ബെൻഡ് ചെയ്ത് എൽബോ സ്ട്രൈറ്റ് ആക്കി ബാക്ക്വേർഡ് ത്രോ ചെയ്യൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ കൈകൾ തലയ്ക്ക് മുകളിൽ വെച്ചായിരിക്കണം ഷോട്ട് റിലീസ് ചെയ്യേണ്ടത്. ഇനി ത്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. സ്റ്റാൻഡിങ് ത്രോ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കൂ. ഇനി ഗ്ലൈഡ് ടെക്നിക് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കൂ. അടുത്തത് റൊട്ടേഷൻ ടെക്നിക് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കൂ. റൊട്ടേഷൻ ടെക്നിക് ചെയ്യുന്നത് ഉയരം കുറഞ്ഞവരും സ്പീഡ് മൂവ്മെൻറ്റ്സ് ഉള്ളവരും സാധാരണ ഉപയോഗിക്കുന്ന രീതിയാണ്. പൊതു വാമിങ്ങപ്പും നിർദ്ദിഷ്ട വാമിങ്ങപ്പും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായല്ലോ. ജീവിതത്തിൽ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമാകും. കൂളിംഗ് ഡൗൺ വ്യായാമങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.